എന്നെയും നിങ്ങളെയും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തൊരപ്പനുണ്ട്. മുടിയൻ പുത്രനെ അപ്പൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. ആമേൻ. അപ്പന്റെ വീട്ടിൽ ആരോഗ്യമുള്ള യൗവനക്കാരുണ്ടായിരുന്നു, 4 ഇടി കൊടുത്തിട്ട് കയറ്റിയാൽ മതി. അങ്ങനത്തെ ഒരു അപ്പനല്ല. അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്നല്ലോ എന്ന 103-ാം സങ്കീർത്തനം. എന്റെ ഹാർട്ട് ബീറ്റിനെ അറിയുന്ന ഒരു അപ്പനുണ്ട്. മനസ്സിലായോ? ഈ സ്ത്രീയെ വിട്ടുകൊടുത്തില്ലെന്ന് പറഞ്ഞാൽ മാർവോട് ചേർത്തെന്ന അതിന്റെ അർത്ഥം. മനസ്സിലായോ? യേശു ഒറ്റയ്ക്കായതുകൊണ്ട് അതേ ഹഗ് ചെയ്തോ ഇല്ലയോ എന്നറിയത്തില്ല. ഡീസന്റ് വേ. എന്റെയും നിങ്ങളെ തകർക്കാൻ തകർക്കാൻ കൊണ്ടുവന്നവരുടെ കയ്യിൽ വിട്ടുകൊടുക്കാത്തൊരു അപ്പനുണ്ട്. ആമേൻ. മുക്കിക്കളയുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഓളവും തിരമാലയും അടിച്ച് അല്ലെങ്കിൽ കൊടുങ്കാറ്റടിച്ചപ്പം ശിഷ്യന്മാരെ വിട്ടുകൊടുക്കാത്ത ഒരു യേശു ഉണ്ട്. അവരെ തേടി രാത്രിയുടെ 4-ാം യാമത്തിലെത്തിയെങ്കിൽ നമ്മുടെ ഹൊറിബിൾ ടൈമിൽ നമ്മെ തേടി എത്തുന്ന വിട്ടുകൊടുക്കാത്തൊരു യേശു ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. രോഗത്തിനും ദുഃഖത്തിനും ദാരിദ്ര്യത്തിനും പ്രയാസത്തിനും നിന്നേക്കും വിട്ടുകൊടുക്കാത്ത ഒരു അപ്പൻ ഇന്നും ജീവിക്കുന്നു. അവൻ നല്ലവനല്ലോ. അവന്റെ ദയ, ഹല്ലേലൂയ, അവന്റെ ദയ എന്നേക്കുമുള്ളൂ. ചിലപ്പോൾ ഇതൊക്കെ ഓർക്കും, രാത്രി ഉറക്കം ഒന്ന് പോവും. ഇരുന്ന് പറയും, ഇതിനൊക്കെ എങ്ങനെ കർത്താവെ ഞാൻ നന്ദി പറയുന്നത്. മനസ്സിലായോ? 65-ാമത്തെ വയസ്സിലും പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, പെൻഷനില്ല, ടെൻഷനില്ല. ആമേൻ. കർത്താവിന്റെ സ്നേഹം ഓർക്കുമ്പോഴങ്ങ് കണ്ണുനീര് വരും. ആമേൻ. ഒറ്റയ്ക്ക് ഇതുപോലൊരു ചർച്ചിനകത്താ മേളിലൊരു ക്യാബിൻ തന്നിട്ടുണ്ട്. പകലോ രാത്രിയിലോ എപ്പോഴെന്ത് പാടിയാലും എന്ത് ചെയ്താലും ആർക്കും ഒരു ശല്യവും ഇല്ല. ഞാനും തമ്പുരാനും മാത്രം. ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആകെ ഞാൻ സംസാരിക്കാൻ, എൻ്റെ ഭാര്യ ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ആരോടും പറയാനൊന്നുമില്ല. എന്നാലും ഞാൻ ഒത്തിരി തമ്പുരാനോട് പറയും. കഥ തീർന്നു എന്ന് പറയുന്നിടത്തൊരു കഥ തുടങ്ങാൻ ശക്തനായ ഒരു ദൈവമാണ്. ഈ സ്ത്രീയോട് പറഞ്ഞ അടുത്ത വാക്യം, പോകാം, ഒരു ന്യൂ സ്റ്റാർട്ടിങ്. ആമേൻ. നമ്മളൊരു ഹല്ലേലൂയ ഒരു ട്രാക്കിന്റെ അവിടെ നിൽക്കും, ഓൺ യുവർ മാർക്ക് സേ ഗോ എന്ന് പറയുന്നത് അതേ ശബ്ദം എഴുതി വെച്ചിരിക്കുന്നത്. സ്ത്രീയെ അമ്മച്ചിയെ വിളിച്ച് അതേ ശബ്ദത്തോടെ റെസ്പെക്റ്റോടെ വിളിച്ചു പറഞ്ഞ്, നിനക്ക് കഥ തീർന്നെടുത്ത് ഞാനൊരു പുതിയ കഥ തുടങ്ങുക, ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുക. നിന്നെ വിടക്കം നിന്നോടത്ത്, നിന്നെ കല്ലെറിഞ്ഞോടത്ത്, നീ കൽക്കൂമ്പരമാകുന്നിടത്ത് ഇനി നിനക്കൊരു പുതിയ ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ആരംഭം. അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്നുണ്ടാക്കിയ ദൈവം ശൂന്യനായി എന്നെയും പണിതില്ലേ? ഒരു പുതിയ ബിഗിനിങ് തന്നില്ലേ? ഹല്ലേലൂയ. ഈ 2 സ്ത്രീകളെയും ദൈവം മാനിച്ചെങ്കിൽ നമ്മെ മാനിക്കത്തില്ലേ? നിങ്ങളൊന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. നിരാശപ്പെടരുത്. ഇന്ന് വായിച്ച സങ്കീർത്തനത്തോട് ചേർന്നുള്ള വചനമാണ് ഞാൻ പറഞ്ഞത്. മനസ്സ് തകർന്നവരെ ആമേൻ വിട്ടുകൊടുക്കാതെ മുറിവ് കെട്ടിയ ഒരു പുതിയ ശക്തിയായി ജയോത്സവത്തോടെ നടത്തുന്ന ഒരു തമ്പുരാന്റെ അരിക്കലാ വന്നേ. ആമേൻ. 2 സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. ഇവര് പിണങ്ങാതിരിക്കാൻ ഇനി ഒരു പുരുഷനെ കുറിച്ചും പറയാം. അല്ലെ ഇവർ പറയും, പാസ്റ്റർ വന്ന് സോപ്പിട്ട് അമ്മാമ്മമാരുടെ സൈഡിൽ നിന്ന് പറഞ്ഞേച്ചു പോയെന്നോ. പാർട്ടികളൊക്കെ ഇരിക്കുന്ന പഴയ ആൾക്കാർ കണ്ടോ, പുതിയ ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ്. ആമേൻ. നമുക്കറിയാം, പത്രോസ്ലീഹായുടെ കാലത്ത് സ്റ്റീഫൻ എന്നും പറഞ്ഞ ഒരു ഷെഫ് ഉണ്ടായിരുന്നു. എൻ്റെ ഭാഷയിൽ പറയാ കേട്ടോ. അദ്ദേഹം പരിജ്ഞാനവും വിവേകവും വചനം അറിയാവുന്നതിനും അതിലുപരി ആത്മനിറവുള്ളവരുമായിരുന്നു. ഹാഫല്ല, ക്വാർട്ടറല്ല, മുഴുവൻ നിറഞ്ഞ ഈ യൗവനക്കാരനായിരുന്നു. തീഷ്ണതയുള്ള സീലുള്ളവനായിരുന്നു. അദ്ദേഹം പോയൊരു പരസ്യയോഗം നടത്തി. മനസ്സിലായോ? ആമേൻ. ഞാൻ പഞ്ചാബിലുള്ളത് പരസ്യയോഗം നടത്തിയൊരു പാട്ട് പാടി. പഞ്ചാബി പാട്ട് പാടിയപ്പോൾ 2 പേര് പറഞ്ഞു, അരെ ഓറയൊക്കെ പാടുകാവും. 2ാമത് പാടിയപ്പോൾ 5-8 പേര് ഓറയൊക്കെ പാടും.
7 പ്രാവശ്യം ഒരു പാട്ട് അവരെന്നെ കൊണ്ട് പാടിപ്പിച്ചു. ഞാൻ വിടുവോ? അവസാനമാണ് എന്നോടൊരു പഞ്ചാബി അറിയാവുന്നൊരു ഈസായി ക്രിസ്ത്യാനി വന്ന് പറഞ്ഞു, ആ നയാ പാതിരിയെ അതുപോലെ നയാ പാതിരി ലഗ്തോ है नहीं, കാരണം എൻ്റെ ഷേപ്പ് അന്ന് ഞാൻ ഇതിൽ മനസ്സിലാ തൂനെ ഗായ സാരേക്കെ സാരെ ഗലത്തതാ. കാരണം അന്ന് ശരിക്കും ഹിന്ദി പോലും അറിയത്തില്ല. അപ്പൊ ഉറുദുവിൽ എഴുതിയ അല്ലെങ്കിൽ ഹിംസ എങ്ങനെ ഞാൻ പാടി. എന്നാലും ട്യൂണും ടാമറിനും ഒക്കെ കൊണ്ടപ്പോൾ അവർക്ക് നന്നായി. ഗോസ്പൽ പാക്കറ്റ് ഞാൻ കൊടുത്തു, അത് വേറെ കാര്യം. 7 പ്രാവശ്യം ഒരു പാട്ട് ഒരു കവലെ പാടിയ ഒരു കുഞ്ഞു ഉപദേശിയ. ഹല്ലേലൂയ. ഇന്നും ഓക്ലൻഡിലെ ഏത് കവലയിൽ നിന്നും പാടാം, ആരെ കണ്ടാലും പാടും, നാണമില്ലാതെ. ഹല്ലേലൂയ. നാണം കെടുത്തിയ കർത്താവിൻ്റെ ഒരു കുഞ്ഞു ഉപദേശിയ. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഓടിപ്പോയി കവലയിൽ നിന്നൊരു നല്ല പ്രസംഗം. യഹൂദന്മാർ പല്ല് കടിച്ചു. ശൗൽ എന്ന ഒരു യൗവനക്കാരന്റെ കയ്യിൽ ഇവന്റെ വസ്ത്രം അഴിച്ച ഗൗൺ അഴിച്ച് അങ്ങ് കാൽക്കൽ വെച്ചു. ഇവരുടെ അടുത്ത പ്ലാനാണ് ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. മനസ്സിലായോ? അദ്ദേഹം ഹല്ലേലൂയ ആർക്കും എതിരൊന്നും പറഞ്ഞില്ല. നല്ലതുപോലെ ആഹാരം ഉണ്ടാക്കുന്ന മനുഷ്യൻ, ആരോഗ്യമുള്ള, ഒരു പക്ഷേ സൗന്ദര്യമുള്ള, ഹല്ലേലൂയ നല്ലൊരു യൗവനക്കാരൻ, പരിജ്ഞാനം വിവേകമുള്ള, ആത്മീയമുള്ള ഇദ്ദേഹം ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചെയ്ത് അല്ലെങ്കിൽ വചനം ശരിക്ക് പറഞ്ഞപ്പം ജനം വിരോധിച്ച് അവനെ പുറം തള്ളി പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയാനായിട്ട് നിൽക്കുക. ശൗൽ എന്ന പ്രോസിക്യൂട്ടറുടെ മുമ്പിൽ അവന്റെ വസ്ത്രം വെച്ച് ഇവരെല്ലാം കൂടെ പല്ല് കടിച്ചെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചെന്നായ്ക്കയുടെ നടുവിൽ കുഞ്ഞാട് പോലെ ഒറ്റപ്പെട്ടവനായി, ആരും ഹെൽപ്പില്ലാത്തവനായി, ഹോപ്പ്ലെസ് ആയി ഈ ജനത്തിന്റെ മധ്യത്തിൽ ഇവൻ ഇരിക്കുമ്പോൾ വേദപുസ്തകം പറയുകയാണ്, പിന്നെ വായിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 57. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, സ്വർഗം തുറന്നു. ഏതാ? സ്റ്റീഫൻ ഉദ്ദേശിച്ചോ എൻ്റെ കഥ ഇതോടെ തീർന്നു. ആ കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. നമ്മളെ കേരളത്തിൽ സാമ്പാറും അവിയലും ഒക്കെ ഇല്ലേ, അവിടെ പായസം വെച്ചിരുന്നാൽ മതിയായിരുന്നു. ഈ ഉപദേശിപ്പണിക്ക് ഇറങ്ങിയിട്ടാണല്ലോ ഇത് സംഭവിച്ചത്. മനസ്സിലായോ? എൻ്റെ വസ്ത്രാക്ഷേപം ചെയ്ത് നെക്കട്ടാക്കി ഹല്ലേലൂയ എന്നെ നിർത്തിയിരിക്കുകയാണ്. അടുത്ത നിമിഷം തീർന്നെന്ന് പറഞ്ഞപ്പം അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി. എനിക്ക് അതാണ് ഒരു കാര്യം എനിക്ക് സന്തോഷമുള്ളത് കേട്ടോ. നാം തീർന്നെന്ന് പറയുമ്പോൾ പലയിടത്തോട്ടും നോക്കും, നോക്കത്തില്ലേ? റെക്സിന് ഒരു ഇടയ്ക്ക് ഒരു മെയിലും ഒക്കെ അയക്കും, ഞങ്ങൾ ഡൽഹിയിലുണ്ട് ഓർക്കണമെന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ അറിയാവുന്നവരുടെയൊക്കെ ഇങ്ങനൊന്നും അയക്കും. അങ്ങനത്തെ ഉപദേശിമാരും ഉണ്ട്, അവർക്കായും സ്തോത്രം. പക്ഷെ ഈ കുഞ്ഞു ഉപദേശി അവിടെ ഇവിടെ ഒന്നും നോക്കിയില്ല കേട്ടോ. മനസ്സിലായോല്ലോ? സ്വർഗത്തിലേക്ക് നോക്കി. ഇസ്രായേലിനൊരു പരിപാലനമുണ്ട്, ഉറങ്ങിയ മയങ്ങിയില്ലെന്ന്. അവന്റെ കമ്പനിയിലെയാകട്ടോ ഇത് സാധനം. മനസ്സിലായോ? ഹെവൻലി ഗവൺമെന്റിന്റെ സീൽ അടിച്ചു വിട്ടിരിക്കുക. ആമേൻ. 42 വർഷം വേറൊരു പണിയും ചെയ്തില്ല. ആ തമ്പുരാന്റെ വചനം പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ ഈ ലോകം പെൻഷൻ തരുമെങ്കിൽ അതിനേക്കാൾ എത്ര വലിയത് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഈ മനുഷ്യനെതിരായിട്ട് ഒരു കൂട്ടം ജനം പല്ല് കടിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയില്ല, ഇല്ലായ്മയെ വിളിച്ചു കൂകിയില്ല. ഹല്ലേലൂയ. അവൻ ഉയരത്തിലേക്ക് നോക്കി. നോക്കിയപ്പോഴെന്തുവാ, ഇവിടുത്തെ വാതിലുകളൊക്കെ അടയുമ്പോഴാണ് അവിടുത്തെ വാതിൽ തുറക്കുന്നത്. വല്ലതും മനസ്സിലായോ? മനസ്സിലായൊന്ന് കൈ അടിച്ചേ. എനിക്ക് തന്ന സമയവും തീരുന്നത് കൊണ്ട് ഞാൻ കഥ തീർക്കാൻ പോവുക. ഒരിക്കൽ കൂടി നിങ്ങളോട് ഒന്നുകൂടെ പറയാം. ഉലകത്തിൽ പല വാതിലുകളും അടഞ്ഞിട്ട്, പലതല്ല സകല വാതിലുകളും അടയുമ്പം സ്വർഗം പതിയെ വാതിൽ തുറക്കും. മനസ്സിലായോ? സ്വർഗം വാതിൽ തുറന്നു കഴിയുമ്പോഴുണ്ടല്ലോ പിന്നെ ഇദ്ദേഹത്തിന്റെ മുഖശോഭ മാറി. പല്ല് കടിച്ച ആശ്ചര്യപ്പെടും, അയ്യോ ഇദ്ദേഹത്തിന് ഈ മരിക്കാൻ നേരത്ത് എന്തുവാ. മനസ്സിലായോ? എന്നെ കോർട്ടിൽ നിർത്തി അല്ലിയ വക്കീൽ ക്രോസി ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അതിനകത്ത് നിന്നും ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ജഡ്ജി പറഞ്ഞു, കണ്ടോ ഇപ്പോഴും അവന്റെ ചിരി കണ്ടോ? ഇതിന്റെ അപ്പുറത്തൊരു ധനം കണ്ടേച്ച് വന്നതാ. ഇത്രയേ ഉള്ളൂ. ഈ ശരീരം ഒന്നും ഏൽപ്പിച്ചു കൊടുക്കണം, ബാക്കി എന്തോ ഉള്ളേ.
എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊന്നുമില്ല, നേടാനുള്ളതേ ഉള്ളൂ. സ്റ്റീവൻ പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ കഥ തീർന്നു, ഇതൊരു ഫിനിഷിംഗ് പോയിന്റാ. തമ്പുരാൻ പറഞ്ഞ അല്ലെന്ന്. ദേ പുതിയൊരു ഡോർ തുറന്നു, ഹെവൻലി ഡോർ, നിത്യജീവന്റെ ഡോർ, ഒരിക്കലും നശിക്കാത്ത ഡോർ, ആരും ശല്യപ്പെടുത്താത്ത, ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത, ടോർച്ചർ ചെയ്യാൻ പാടില്ലാത്ത, സ്നേഹം അല്ലെങ്കിൽ തുളുമ്പുന്ന, കരുതലുള്ള അപ്പൻ്റെ ഒരു ഭവനത്തിന്റെ ഡോറ് തുറന്നു. എപ്പോഴാ? ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആയപ്പം അവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങിയില്ലേ? സ്റ്റീവന് വേണ്ടി തുടങ്ങിയെങ്കിൽ പ്രിയരെ, നിങ്ങൾക്കുള്ളതായി ഈ സന്ദേശം. നിങ്ങളുടെ വാതിലുകൾ അടഞ്ഞെന്നും പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കരുത്. സകല വാതിലും അടയുമ്പോൾ ഇതാ ഹെവൻലി ഡോർ, ഹെവൻലി വിൻഡോ ഈസ് ഓപ്പണിംഗ്. ലെറ്റ് us close our eyes. ഹല്ലേലൂയ. വിശുദ്ധ സത്യ വേദപുസ്തകം വ്യക്തമായി പറഞ്ഞു, യോബ് വ്യഥ അനുഭവപ്പെട്ട് സകലവും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി, സ്വന്തം ഭാര്യ പോലും പറഞ്ഞ് നീ ഭക്തിയെ ത്യജിച്ച്, നിന്റെ വിശ്വാസത്തെ ത്യജിച്ച്, ഹല്ലേലൂയ, നീ ഇതെല്ലാം കളഞ്ഞിട്ട് വേറെ പണിക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. എന്റെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞെടുത്ത് യോബിന്റെ കഥ കഴിഞ്ഞെടുത്ത് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങി. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിനുള്ളതെല്ലാം ഡബിളായിട്ട് കൊടുത്തു. മക്കളെ, 10 മക്കളെ സ്വർഗത്തിലും 10 മക്കളെ ഭൂമിയിലും ഹല്ലേലൂയ കൊടുത്തൊരു ദൈവമുണ്ട്. ദാസന്മാരെ കൊടുത്തൊരു ദൈവമുണ്ട്. അവന് ഹല്ലേലൂയ നിലച്ചതിനും വിചാരിച്ചതിനും അത്യന്തം ഫലമായി ഹല്ലേലൂയ അവനെ മാർവോട് ചേർത്ത് ഹല്ലേലൂയ പുതിയൊരു റീബിൽഡ് ചെയ്ത ഒരു സ്വർഗമുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലം വ്യഥയോടെ ദുഃഖത്തോടെ ഹല്ലേലൂയ മനം തകർന്ന നിരാശയോടെ ആരെങ്കിലും ഈ ഹല്ലേലൂയ EPC ചർച്ചിൽ ഹല്ലേലൂയ എബനേസർ പെന്തിക്കോസ്റ്റ് ചർച്ചിന്റെ അകത്ത് കടന്നു വന്ന ഇന്ന് നിങ്ങളോടാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത്. ഹല്ലേലൂയ, കഥ തീർന്നെന്ന് പറഞ്ഞെടുത്ത് ഒരു പുതിയ കഥ തുടങ്ങുവാൻ, ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുവാൻ, ഹല്ലേലൂയ ഒരു പുതിയ പേജ് തുടങ്ങുവാൻ, പുതിയൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുവാൻ ഹാഗാറിന് വേണ്ടി തുടങ്ങിയെങ്കിൽ, യേശുവിന്റെ അരിക്കൽ കല്ലേറുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയ ആ സ്ത്രീക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തെങ്കിൽ, സ്റ്റീഫനും ഹല്ലേലൂയ ഒരു പുതുജീവൻ കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ ആ തമ്പുരാൻ ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനാണ്. നിങ്ങളെ സകല ഭാരവും ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ലോകാവസാനം എല്ലാ നാളും കൂടെയുള്ള ഒരു തമ്പുരാനില്ലേ? നമുക്ക് കൈകളെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, എന്റെ കഥ തീർന്നോടത്ത്, യേശുവേ എന്റെ കഥ തീർന്നോടത്ത് നീ എനിക്ക് വേണ്ടി ഇന്ന് മുതൽ ഒരു പുതിയ കഥ തുടങ്ങും. Hallelujah. I think that today is the final chapter. But God saying that today is another hallelujah chapter for you. Hallelujah. Today is my finishing point. But God heavenly government declared that. Jesus declared that. No worry about anything. This is the day that the Lord has made for you only. This day is a starting day. A new beginning day. ആ ദൈവത്തെ നമുക്ക് മാറോട് ചേർക്കാം. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവിനൊരു പുതിയ പോയിന്റോടെ മുന്നേറാം. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്താട്ടെ. പാടിയില്ലല്ലോ, പാടാൻ രണ്ടുപേര് ഓർമ്മയുണ്ടോ? രണ്ടുപേര് പാടുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നി എന്നാ പാട്ടാ പാടിയെന്നുള്ളത് ഓർമ്മയുണ്ടോ? വരാൻ പറഞ്ഞത് സ്തോത്രം. प्रभु मेरी दवात कलम तेरा विदाता तोड़ा लेख लिखना. ഇങ്ങനെ നിന്ന് ഞാൻ പാടത്തില്ല, എന്നോട് ഡാൻസ് കളിക്കണം. എന്നാ വേണ്ട, അത് വീട്ടിൽ പോയിട്ട് തോടാ തോടാ ലേഖ് മേരെ ആംഖോം പർ ലിഖന. ആരും ഇല്ലേ കൊട്ടാനും തട്ടാനും? കഥകളിക്ക് പോലും കൂട്ടുകാരുണ്ട്. അന്നേരം ഞാൻ വന്ന് പാസ്റ്റർജി എന്നെ വിളിച്ചു വരുത്തിയിട്ട്, പ്രഭു മേരി ദവാത്ത് കലം തേരാ വിദാത്ത തോടാ ലേഖ് ലിഖന. പ്രഭു മേരി ദവാത്ത് കലം തേരാ വിദാത്ത തോടാ ലേഖ് ലിഖന. തോടാ തോടാ ലേഖ് മേരെ ആംഖോം പർ ലിഖന.
बाइबल पढ़ूं कभी नहीं भूलूं, विधाता थोड़ा लेख लिखना। बाइबल पढ़ूं कभी नहीं भूलूं, विधाता थोड़ा लेख लिखना। थोड़ा थोड़ा लेख मेरे होंडों पर लिखना। लिफ्ट करना। थोड़ा थोड़ा लेख मेरे होंडों पर लिखना। दुआ करूं कभी नहीं भूलूं, विधाता थोड़ा लेख लिखना। दुआ करूं कभी नहीं भूलूं, विधाता थोड़ा लेख लिखना। थोड़ा थोड़ा लेख मेरे कानों पर लिखना। थोड़ा थोड़ा लेख मेरे कानों पर लिखना। वचन सुनूं कभी नहीं भूलूं, विधाता थोड़ा। वचन सुनूं कभी नहीं भूलूं, विधाता थोड़ा लेख लिखना। प्रभु मेरी दावत कलम तेरा, विधाता थोड़ा लेख लिखना। प्रभु मेरी दावत कलम तेरा, विधाता थोड़ा। थोड़ा थोड़ा लेख मेरे हाथों पर लिखना। थोड़ा थोड़ा लेख मेरे हाथों पर लिखना। दान करूं कभी नहीं भूलूं, विधाता थोड़ा लेख लिखना। दान करूं कभी नहीं भूलूं, विधाता थोड़ा लेख लिखना। थोड़ा थोड़ा लेख मेरे पैरों पर लिखना। थोड़ा थोड़ा लेख मेरे पैरों पर लिखना। चर्च जाऊं कभी नहीं भूलूं, विधाता थोड़ा। चर्च जाऊं कभी नहीं भूलूं, विधाता थोड़ा लेख लिखना। प्रभु मेरी दावत कलम तेरा, विधाता थोड़ा लेख लिखना। ഇങ്ങനെ പാടിയ 7 അല്ല 70 പ്രാവശ്യം അവര്. Praise God, hallelujah. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം ചിലപ്പോൾ ആഗ്രഹിക്കണം ഏത് പാട്ടാ പാടിയെന്നുള്ളത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഉണ്ടാകട്ടോ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തിലൂടെ സഭയുടെ